നിങ്ങൾ നൽകിയ ഈ ലേഖനങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി. ഇന്ന് നമ്മൾ കടലിന്റെ ഭംഗി ആസ്വദിക്കാൻ മാത്രമല്ല പോകുന്നത്, അതിന്റെ ഉള്ളറകളിലെ ചില രഹസ്യങ്ങൾ അറിയാൻ കൂടിയാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മാന്ധാ റേകളെക്കുറിച്ചാണ്. വെറുമൊരു ഭീമൻ മത്സ്യം എന്നതിലുപരി കടലിന്റെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്ന കാവൽക്കാരെന്നാണ് നിങ്ങളുടെ ഈ നോട്ടുകൾ അവയെ വിശേഷിപ്പിക്കുന്നത്. അതെ, ആ വിശേഷണം വളരെ ശരിയാണ്. മാന്ധാറേകളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഭംഗി മാത്രമല്ലല്ലോ കാര്യം. നിങ്ങൾ തന്ന ഈ വിവരങ്ങൾ വെച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ സൗമ്യരായ ഭീമന്മാർ എങ്ങനെയാണ് കടലിലെ ഒരു ആവാസവ്യവസ്ഥയെ മുഴുവൻ താങ്ങി നിർത്തുന്നത്, പിന്നെ അവയുടെ നിലനിൽപ്പ് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ വരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊക്കെയാണ്. ഇതൊരു ചെറിയ കളിയല്ല. എങ്കിൽ പിന്നെ വൈകിക്കണ്ട, നമുക്ക് തുടങ്ങാം. റേ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് വരുന്നത് സ്റ്റീവ് ഇർവിന്റെ ആ ഒരു ദാരുണമായ അന്ത്യമാണ്. അപ്പോൾ ഈ മാന്തറേകളും സ്റ്റിംഗ്റേകളെ പോലെ അപകടകാരികളാണോ? നിങ്ങൾ അയച്ചു തന്ന ഒരു ലേഖനത്തിൽ ഇവയെ സൗമ്യരായ ഭീമന്മാരെന്ന് വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഒരുപാട് പേർക്കുള്ള സംശയമാണത്. സ്റ്റിംഗ്റേകളും മാന്തറേകളും ശരിക്കും പറഞ്ഞാൽ ബന്ധുക്കളാണ്. പക്ഷേ സ്വഭാവത്തിൽ രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ്. സ്റ്റിംഗ്റേകൾക്ക് സ്വയം രക്ഷിക്കാൻ വിഷമുള്ള മുള്ളുകളുണ്ട്. എന്നാൽ മാന്തരേകൾക്ക് അങ്ങനെയൊരു മുള്ളേയില്ല. അവ തികച്ചും നിരുപദ്രവികളാണ്. അതുകൊണ്ടുതന്നെ മനുഷ്യർക്ക് ഇവയെ ഒട്ടും പേടിക്കേണ്ടതില്ല. അവ ഞങ്ങളെയൊന്നും ചെയ്യില്ല. ഓക്കെ, അപ്പോൾ പൂർണ്ണമായും അപകടകാരികളല്ല. അവയുടെ ആ വലുപ്പം കാണുമ്പോൾ ഒരു ഭയം തോന്നാമെങ്കിലും അവ കടലിലെ ഏറ്റവും ശാന്തരായ ജീവികളിലൊന്നാണ്. അതെ, ആ ഭീമനെന്ന പേര് അവയുടെ വലിപ്പം കൊണ്ട് മാത്രം വന്നതാണ്. സ്വഭാവം കൊണ്ട് സൗമ്യമെന്നും. ഇത്രയും വലിയൊരു ശരീരവുമായി നടക്കുന്ന ഈ ജീവിയുടെ ഭക്ഷണം എന്തായിരിക്കും? വലിയ മത്സ്യങ്ങളെയൊക്കെ ആവുമോ പിടിക്കുന്നത്? അവിടെയാണ് ഏറ്റവും വലിയ കൗതുകം. 7 മീറ്ററോളം ചിറകുവിരിപ്പുള്ള ഒരു ജീവി കഴിക്കുന്നത് കടലിലെ ഏറ്റവും ചെറിയ ജീവികളിലൊന്നായ സൂപ്ലാങ്ക്ടനെയാ. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ശരിക്കും സൂപ്ലാങ്ക്ടനോ? അതെ, ഒരു ഭീമാകാരൻ അരിപ്പ പോലെയാണ് ഇവ പ്രവർത്തിക്കുന്നത്. അവ ആ വലിയ വാ തുറന്ന് വെള്ളത്തിലൂടെ ഇങ്ങനെ പറന്നു പോകുന്നതുപോലെ നീന്തുമ്പോൾ വെള്ളമരിച്ച് അതിലുള്ള ഈ കുഞ്ഞൻ ജീവികളെ മാത്രം അകത്താക്കും. അതുകൊണ്ടാണിവയെ ഫിൽറ്റർ ഫീഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ഒരു ഭീമൻ, പക്ഷേ ഭക്ഷണം ഏറ്റവും ചെറുത്. പ്രകൃതിയുടെ ഒരു വിരോധാഭാസം പോലെ. നിങ്ങൾ നൽകിയ വിവരങ്ങളിൽ 2 തരം മാന്തകളെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ഒന്ന് റീഫ് മാന്ധാറേ, മറ്റൊന്ന് ഓഷ്യാനിക് മാന്ധാറേ. കാഴ്ചയിൽ ഏതാണ്ട് ഒരുപോലെ ഇരിക്കുമെങ്കിലും ഇവയുടെ ജീവിത രീതികൾ 2 ലോകങ്ങളിലാണെന്ന് തോന്നുന്നു. ഇവയെ എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? നമ്മളിൽ ഒരാൾ വെള്ളത്തിനടിയിൽ വെച്ച് ഇവയിൽ ഒന്നിനെ കണ്ടാൽ അതേതാണെന്ന് എങ്ങനെ മനസ്സിലാക്കും? അതൊരു ഡിറ്റക്റ്റീവ് ജോലി പോലെയാണ്, പക്ഷെ എളുപ്പമാണ്. ആദ്യം റീഫ് മാന്താറേ. പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇവ ഒരു ഹോംബോഡിയാണ്. തീരത്തോടടുത്തുള്ള പവിഴപ്പുറ്റുകളിലും അറ്റോളുകളിലുമൊക്കെയാണ് ഇവയുടെ താമസം. ഒരേ സ്ഥലത്ത് തന്നെ വർഷങ്ങളോളം ഇവയെ കാണാൻ സാധിക്കും. ചിറകുകളുടെ വീതി ഒരു 4.5 മീറ്റർ, അതായത് ഏകദേശം 15 അടി വരെ വരും. ഓക്കേ. തിരിച്ചറിയാനുള്ള എളുപ്പവഴി, ഇവയുടെ തോളിൽ, അതായത് ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് വെളുത്ത നിറത്തിൽ ഒരു വൈ ആകൃതിയിലുള്ള അടയാളം കാണാം. ഓക്കെ, അപ്പോൾ വൈ എന്നാൽ റീഫ് മാന്ത. മറ്റെന്തെങ്കിലും അടയാളങ്ങളുണ്ടോ? ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം വയറിനടിയിലാണ്. ഗിൽ സ്ലിറ്റുകൾക്കിടയിലായി കറുത്ത പുള്ളികൾ കാണാം. ഈ പുള്ളികൾ ഓരോ മാന്തയ്ക്കും മനുഷ്യരുടെ വിരലടയാളം പോലെ വ്യത്യസ്തമായിരിക്കും. ഗവേഷകർക്ക് ഓരോന്നിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഈ പുള്ളികളാണ്. കൊള്ളാം. ഇനി മറ്റേയാൾ, ഓഷ്യാനിക് മാന്ധാറേ. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ലോകസഞ്ചാരിയുടെ മണമുണ്ട്. അതെ, ഇവരാണ് യഥാർത്ഥ ഭീമന്മാർ. ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുന്ന സഞ്ചാരികൾ. ആഴക്കടലിലാണ് ഇവരുടെ ജീവിതം. ചിറകുകൾക്ക് 7 മീറ്റർ, അതായത് 23 അടി വരെ വീതിയുണ്ടാകാം. സത്യം പറഞ്ഞാൽ ഒരു ചെറിയ വിമാനത്തിന്റെ അത്രയും വലുപ്പമുണ്ട്. ഞാൻ ആദ്യമായി വെള്ളത്തിനടിയിൽ ഒന്നിനെ കണ്ടപ്പോൾ എന്റെ മുകളിലൊരു വിമാനം ലാൻഡ് ചെയ്യാൻ വരുന്നത് പോലെയാണ് തോന്നിയത്. ശരിക്കും ശ്വാസം നിന്നുപോയി. 23 അടി, വിശ്വസിക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഈ ലോകസഞ്ചാരിയെ എങ്ങനെ തിരിച്ചറിയാം? റീസ് മാന്തയുടെ തോളിലെ അടയാളം വയ്യായിരുന്നെങ്കിൽ, ഓക്കെ, വൈ ഷേപ്പ്. ഓഷ്യാനിക് മാന്തയുടേത് ഒരു ടി ആകൃതിയിലാണ്. കൂടുതൽ വ്യക്തമായൊരു ടി. പക്ഷേ ഏറ്റവും എളുപ്പമുള്ള വഴി വയറിലേക്ക് നോക്കുക എന്നതാണ്. ഓഷ്യാനിക് മാന്തയുടെ വയറിനടിയിൽ ഗിൽ സ്ലിറ്റുകൾക്കിടയിൽ പുള്ളികൾ കാണില്ല.
ആ ഭാഗം മിക്കവാറും വെളുത്ത നിറത്തിലായിരിക്കും. ഈ ഒരൊറ്റ വ്യത്യാസം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് ഏത് മാന്തയാണെന്ന് ഉറപ്പിക്കാം. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി. കാഴ്ചയുടെ ഭംഗിക്കപ്പുറം ഈ ജീവികൾ കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നതിലേക്കാണ് നിങ്ങളുടെ റിപ്പോർട്ടുകൾ വിരൽ ചൂണ്ടുന്നത്. പ്ലാങ്ക്ടൺ പർക്രോൾ എന്നൊരു വാക്ക് ഞാൻ അതിൽ കണ്ടു. അതെന്താണ്? ഇതിന്റെ അളവ് അപകടകരമായി കുറയ്ക്കും. ആ ഭാഗത്തുള്ള മറ്റ് കടൽ ജീവികൾ ശ്വാസം മുട്ടി ചാകാൻ വരെ കാരണമാവും. ആ പ്രദേശം ഒരു ഡെഡ് സോണായി മാറും. അതുകൊണ്ട് മാന്തര ഈ പട്രോളിംഗ് നടത്തുന്നതുകൊണ്ടാണ് സമുദ്രത്തിലെ പല ഭാഗങ്ങളും ജീവസുറ്റതായി നിലനിൽക്കുന്നത്. ഒരു കാട്ടിൽ പുലിയും സിംഹവും സസ്യഭുക്കുകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതുപോലെ കടലിൽ മാന്തകൾ പ്ലാങ്ക്ടണുകളുടെ എണ്ണം നിയന്ത്രിക്കുന്നു. പക്ഷേ നിങ്ങളുടെ നോട്ടുകളിൽ പറയുന്ന മാന്ത പമ്പ് എന്ന പ്രതിഭാസം എന്നെ അതിലും അത്ഭുതപ്പെടുത്തി. ഒന്ന് നിൽക്കൂ, അപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ ഭീമൻ ജീവികൾ കടലിന്റെ ആഴങ്ങളിൽ നിന്ന് പോഷകങ്ങൾ ശേഖരിച്ച് പവിഴപ്പുറ്റുകൾക്ക് ഫുഡ് ഡെലിവറി നടത്തുന്നുവെന്നാണോ? ഇത് കേട്ടിട്ടെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. ഇതൊരു സാധാരണ യാത്രയല്ല. കടലിലെ ഒരു ഡെലിവറി സർവീസ് പോലെയാണിത്. മാന്തകൾ പലപ്പോഴും ആഴക്കടലിൽ പോയി ഭക്ഷണം തേടും. പിന്നീട് വിശ്രമിക്കാനും ശരീരം വൃത്തിയാക്കുന്ന ക്ലീനിംഗ് സ്റ്റേഷനുകളിൽ പോകാനും വേണ്ടി തീരത്തോടടുത്തുള്ള പവിഴപ്പുറ്റുകളിലേക്ക് മടങ്ങിവരും. ഈ യാത്രയ്ക്കിടയിൽ അവയുടെ വിസർജനത്തിലൂടെ ആഴക്കടലിലെ നൈട്രജൻ പോലുള്ള വിലപ്പെട്ട പോഷകങ്ങൾ പവിഴപ്പുറ്റുകളിലേക്കെത്തുന്നു. അതായത് കടലിലെ പൂന്തോട്ടങ്ങൾ പരിപാലിക്കുന്നത് ഈ ഭീമന്മാരാണ്. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. പോഷകങ്ങൾ കുറഞ്ഞ പവിഴപ്പുറ്റുകൾക്ക് ഇതൊരു വളം പോലെയാണ്. ഈ വളം കിട്ടിയില്ലെങ്കിൽ പവിഴപ്പുറ്റുകളുടെ നിറവും ജീവനും നഷ്ടപ്പെടും. മാന്ധാറേകളില്ലെങ്കിൽ പവിഴപ്പുറ്റുകൾ പോഷകദാരിദ്ര്യം കൊണ്ട് നശിച്ചുപോകുന്ന ഒരു മരുഭൂമിയാകാൻ അധികം സമയം വേണ്ട. ഒരു തരത്തിൽ പറഞ്ഞാൽ അവ കടലിലെ കർഷകരെ പോലെയാണ്. ആഴക്കടലിൽ നിന്ന് വളം ശേഖരിച്ച് തീരത്തെത്തിക്കുന്ന കർഷകർ. അപ്പോ ഇവ വെറും കാവൽക്കാർ മാത്രമല്ല, ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്ന എഞ്ചിനീയർമാർ കൂടിയാണ്. ഇനി നിങ്ങൾ തന്ന റിപ്പോർട്ടുകളിലെ സാമ്പത്തിക കണക്കുകളിലേക്ക് വരാം. ജീവനോടെയാണോ അതോ ചത്ത ശേഷമാണോ ഒരു മാന്തയ്ക്ക് കൂടുതൽ വില? ഒരു സംശയവുമില്ലാതെ പറയാം, ജീവനോടെ ഇരിക്കുമ്പോൾ. നിങ്ങൾ നൽകിയ രേഖകളിലെ കണക്കുകൾ ആരെയും ഞെട്ടിക്കുന്നതാണ്. മാന്തറേ ടൂറിസം, അതായത് ഇവയെ കാണാനും കൂടെ നീന്താനുമായി ആളുകൾ നടത്തുന്ന യാത്രകൾ, ആഗോളതലത്തിൽ പ്രതിവർഷം $140 മില്യൺ വരുമാനമുണ്ടാക്കുന്നുണ്ട്. $140 മില്യൺ, അതായത് 1000 കോടി രൂപയിലധികം. അതെ, ഏകദേശം 50 വർഷം വരെ ആയുസ്സുള്ളൊരു മാന്തറയ്ക്ക് അതിന്റെ ജീവിതകാലം മുഴുവൻ ഇക്കോ ടൂറിസത്തിലൂടെ ഒരു പ്രദേശത്തിന് വലിയൊരു വരുമാനം സ്ഥിരമായി നൽകാൻ കഴിയും. എന്നാൽ അതിന്റെ ഗിൽ പ്ലേറ്റുകൾക്ക് വേണ്ടി അതിനെ കൊല്ലുകയാണെങ്കിൽ കിട്ടുന്നത് എത്രയാണ്? വെറും $500. പരമ്പരാഗത ചൈനീസ് മരുന്നുകൾ ഉണ്ടാക്കാനാണ് ഈ ഗിൽ പ്ലേറ്റുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഒരു വശത്ത് ജീവിതകാലം മുഴുവൻ കിട്ടുന്ന ലക്ഷക്കണക്കിന് ഡോളർ, മറുവശത്ത് ഒറ്റത്തവണ കിട്ടുന്ന $500. ഇത് വളരെ ലളിതമായൊരു കണക്കാണ്. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. ഈ $140 മില്യൺ കണക്ക് കൊള്ളാം. പക്ഷെ ഇത് ഏതാനും വലിയ റിസോർട്ട് ഉടമകൾക്കും ടൂർ ഓപ്പറേറ്റർമാർക്കും മാത്രമല്ലേ ഗുണം ചെയ്യുന്നുള്ളൂ? സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ അബദ്ധത്തിലിവ കുടുങ്ങുമ്പോൾ അവർക്ക് നഷ്ടം മാത്രമല്ലേ ഉണ്ടാകുന്നത്? അതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. തീർച്ചയായും ടൂറിസത്തിന്റെ ഗുണഫലങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തുന്നില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. എന്നാൽ പല രാജ്യങ്ങളിലും ഇപ്പോൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഈക്കോ ടൂറിസം എന്ന ആശയം വളർന്നുവരുന്നുണ്ട്. മുൻപ് മാന്തകളെ പിടിച്ചിരുന്ന മത്സ്യത്തൊഴിലാളികളെ തന്നെ അവയുടെ സംരക്ഷകരും ടൂറിസ്റ്റ് ഗൈഡുകളുമാക്കി മാറ്റുന്ന പദ്ധതികൾ. അവർക്ക് മാന്തകളെ എവിടെ കാണാൻ കിട്ടുമെന്ന് കൃത്യമായി അറിയാമല്ലോ. അതുകൊണ്ട് മാന്തയെ കൊല്ലുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി വരുമാനം അവയെ ജീവനോടെ കാണിച്ചു കൊടുക്കുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്നു. ഇത് മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും മാന്തകളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വിൻ വിൻ സാഹചര്യമാണ്. അപ്പോൾ ജീവനോടെ ഒരു മാന്തയ്ക്ക് ഇത്രയും വലിയ വിലയുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ ശക്തമായ നിയമങ്ങൾ വേണ്ടേ? നിങ്ങൾ നൽകിയ രേഖകൾ പ്രകാരം ഇന്ത്യ ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. വളരെ ഗൗരവത്തോടെയാണ്. 1972 ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഷെഡ്യൂൾ 1 മാന്തറകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പലർക്കും അതിന്റെ ഗൗരവം അറിയില്ല. ഷെഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ കടുവകൾക്കും ആനകൾക്കും സിംഹങ്ങൾക്കും ലഭിക്കുന്ന അതേ നിയമപരിരക്ഷയാണ് ഇതോടെ ഇവയ്ക്കും ലഭിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന സംരക്ഷണ നിലയാണിത്. അതായത് ഒരു കടുവയെ കൊല്ലുന്നത് എത്ര വലിയ കുറ്റമാണോ
അത്രയും തന്നെ വലിയ കുറ്റമാണ് ഒരു മാന്തറയെ കൊല്ലുന്നതും. അതെ, ഇവയെ കൊല്ലുന്നതും ഇവയുടെ ശരീരഭാഗങ്ങൾ വിൽക്കുന്നതും, എന്തിന് ആ ഭാഗങ്ങൾ കൈവശം വെക്കുന്നത് പോലും ജാമ്യമില്ലാത്ത കുറ്റമാണ്. ശിക്ഷയുടെ കാര്യം നിസ്സാരമായി കാണരുത്. ഒരു കടുവയെ കൊല്ലുന്ന അതേ ഗൗരവമാണ് നിയമം ഇതിനു നൽകുന്നത്. ചുരുങ്ങിയത് 3 മുതൽ 7 വർഷം വരെ ജയിലിൽ കിടക്കേണ്ടി വരും. അതോടൊപ്പം കുറഞ്ഞത് 25,000 രൂപ പിഴയുമുണ്ടാകും. മത്സ്യബന്ധനത്തിനിടയിൽ അബദ്ധത്തിൽ വലയിൽ കുടുങ്ങിയാൽ പോലും അവയെ സുരക്ഷിതമായി കടലിലേക്ക് തിരികെ വിടണമെന്നാണ് നിയമം. ആയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. എന്തൊക്കെയായിരിക്കും അത്? അതിനൊരു പേരുണ്ട്, ട്രോഫിക് കാസ്കേഡ്. കേൾക്കുമ്പോൾ വലിയ സംഭവമായി തോന്നെങ്കിലും കാര്യം സിമ്പിളാണ്. ഒരു ചീട്ട് കൊട്ടാരം സങ്കല്പിക്കുക. അതിലെ പ്രധാനപ്പെട്ട ഒരൊറ്റ ചീട്ട് വലിച്ചാൽ മതി, മുഴുവനും നിലംപൊത്തും. അതുപോലെയാണ് മാന്തകളില്ലാതായാൽ കടലിലെ ഭക്ഷ്യശൃംഖലയുടെ അവസ്ഥ. അതിന്റെ പ്രത്യാഘാതങ്ങൾ ഒരു ഡോമിനോ എഫക്റ്റ് പോലെയായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഡോമിനോ വീഴുന്നത് പ്ലാങ്ക്ടനുകളുടെ കാര്യത്തിലായിരിക്കും, അല്ലേ? തീർച്ചയായും. മാന്തകളില്ലാതായാൽ സൂ പ്ലാങ്ക്ടണുകളുടെ എണ്ണം പെരുകി പ്ലാങ്ക്ടൺ ബ്ലൂം ഉണ്ടാകും. വെള്ളത്തിലെ ഓക്സിജൻ തീർന്ന് ഡെഡ് സോണുകൾ രൂപപ്പെടും. രണ്ടാമതായി, മാന്താപ്പമ്പ് നിലയ്ക്കുന്നതോടെ പവിഴപ്പുറ്റുകൾക്ക് വളം കിട്ടാതെയാകും. അവ നശിച്ചു തുടങ്ങും. പവിഴപ്പുറ്റുകൾ നശിച്ചാൽ അതിനെ ആശ്രയിച്ചു ജീവിക്കുന്ന ആയിരക്കണക്കിന് മറ്റു കടൽ ജീവികളും ഇല്ലാതാകും. കടലിന്റെ അടിത്തട്ട് ഒരു ശവപ്പറമ്പ് പോലെയാകും. മൂന്നാമത്തേത് സാമ്പത്തിക തകർച്ചയായിരിക്കുമല്ലോ. നമ്മൾ നേരത്തെ സംസാരിച്ച $140 മില്യൺ ടൂറിസം വ്യവസായം. അതെ, അത് തകർന്നടിയും. ലോകമെമ്പാടുമുള്ള ഡൈവിംഗ് ടൂറിസം വ്യവസായം തകരും. ലക്ഷക്കണക്കിന് ഡോളറിന്റെ വരുമാനം നിലയ്ക്കും. ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവനമാർഗം ഇല്ലാതാകും. അപ്പോൾ മാന്തകളുടെ സംരക്ഷണമെന്നത് പരിസ്ഥിതി സ്നേഹികളുടെ മാത്രം ആവശ്യമല്ല, നമ്മുടെ സാമ്പത്തിക ഭാവിയുടെ കൂടി ആവശ്യമാണ്. ആ ചീട്ടുകൊട്ടാരം തകരാതെ നോക്കേണ്ടത് നമ്മുടെയെല്ലാം ഉത്തരവാദിത്വമാണ്. തീർച്ചയായും. അപ്പോൾ ഇവയെ കാണാൻ ഭാഗ്യം ലഭിച്ചാൽ ഡൈവർമാരും സ്നോർക്കലർമാരും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നതിനും നിങ്ങളുടെ രേഖകളിൽ ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. അവരുടെ വീട്ടിൽ പോകുന്ന അതിഥികളെന്ന നിലയിൽ നമ്മൾ ചില മര്യാദകൾ പാലിക്കണമല്ലോ. തീർച്ചയായും. അവയെ ബഹുമാനത്തോടെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ പറയുന്ന പ്രധാന നിർദ്ദേശങ്ങൾ: ഒന്നാമതായി, ഒരിക്കലും തൊടരുത്. നമ്മുടെ ഒരു സ്നേഹപ്രകടനമായിരിക്കാമത്, പക്ഷേ തൊടുന്നത് അവയുടെ ശരീരത്തിലുള്ള സംരക്ഷിത പാളിയെ, ആ സ്ലൈം കോട്ടിനെ ഇല്ലാതാക്കും. അത് മനുഷ്യന്റെ തൊലിപ്പുറത്തെ സൺസ്ക്രീൻ തുടച്ചുമാറ്റുന്നത് പോലെയാണ്. പിന്നീട് അവയ്ക്ക് അണുബാധ വരാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി, അവയെ തുരത്തി ഓടിക്കരുത്. അതെ, അവയെ പിന്തുടരരുത്. നിങ്ങൾ ശാന്തമായി നിന്നാൽ, അവയുടെ കൗതുകം ജനിപ്പിച്ചാൽ ചിലപ്പോൾ അവ നിങ്ങളുടെ അടുത്തേക്ക് വരും. ആ അനുഭവം വളരെ വലുതാണ്. അവയെ ഭയപ്പെടുത്തി ഓടിച്ചാൽ ആ അവസരം നഷ്ടപ്പെടും. പിന്നെ ഡൈവ് ചെയ്യുമ്പോൾ അവയുടെ മുഖത്തേക്ക് ശ്വാസം വിടുന്നത് ഒഴിവാക്കുക. പെട്ടെന്നുള്ള ബബിളുകൾ അവയെ അസ്വസ്ഥരാക്കും. അവസാനമായി, ക്യാമറ ഫ്ലാഷ് ഉപയോഗിക്കരുത്. പെട്ടെന്നുള്ള വെളിച്ചം അവയെ ഭയപ്പെടുത്തും. അപ്പോൾ നിങ്ങൾ നൽകിയ ഈ വിവരങ്ങളെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, മാന്തരകൾ കടലിലെ സൗന്ദര്യം മാത്രമല്ല, ആവാസവ്യവസ്ഥയെ നിലനിർത്തുന്ന എഞ്ചിനീയർമാരും കർഷകരും സാമ്പത്തികമായി വിലപ്പെട്ട ആസ്തിയും നിയമപരമായി അതീവ സംരക്ഷണം അർഹിക്കുന്നവരുമാണെന്നാണ്. അവയുടെ കഥ കടലിന്റെ ആരോഗ്യത്തിന്റെ തന്നെ കഥയാണ്. തീർച്ചയായും. നമ്മൾ ചർച്ച ചെയ്ത ഓരോ കാര്യവും, അവയുടെ ഭക്ഷണരീതി മുതൽ നിയമസംരക്ഷണം വരെ, ഇവയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം അടിവരയിടുന്നു. അവയുടെ ഓരോ ചിറകടിയും ഓരോ ചലനവും സമുദ്രത്തിന്റെ ആരോഗ്യത്തെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അവയില്ലാതെ സമുദ്രം അപൂർണമാണ്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം തരാം. ടൂറിസത്തിനും ആവാസ വ്യവസ്ഥയ്ക്കും ഇവ എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് നമ്മൾ കണ്ടു. ഡോൾഫിനുകളെയും തിമിംഗലങ്ങളെയും പോലെ വലിയ തലച്ചോറുള്ള വളരെ ബുദ്ധിശക്തിയുള്ള ജീവികളാണ് മാന്തകളെന്നും ചില പഠനങ്ങൾ പറയുന്നു. അങ്ങനെയെങ്കിൽ സമുദ്രത്തിന്റെ ആരോഗ്യത്തിൽ നാം ഇതുവരെ കണ്ടെത്താത്ത മറ്റെന്ത് അദൃശ്യമായ പങ്കുകളായിരിക്കാം ഈ നിശബ്ദരായ ഭീമന്മാർക്ക് വഹിക്കാനുള്ളത്?